guys, welcome back to my channel. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി വീഡിയോ കേട്ടോ. ക്യാമൽ മീറ്റ് ഡ്രൈ റോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഞങ്ങൾക്ക് എവിടെയാണ് ഈ ക്യാമൽ മീറ്റ് ഒക്കെ കിട്ടിയെന്ന്. എൻ്റെ ഉപ്പച്ചീൻ്റെ ഫ്രണ്ട് ഒമാനിലായിരുന്നു. അപ്പം അവർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഒമാനിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ക്യാമൽ മീറ്റ്. നല്ലോണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് അവിടുത്തെ മസാലയൊക്കെ ഇട്ട് കുക്ക് ചെയ്തിട്ടായിരുന്നു അവർ കൊണ്ടുവന്നത്. ഇതുപോലെ നല്ല സെക്യൂറായിട്ട് അലൂമിനിയം ഷീറ്റിൽ റാപ്പ് ചെയ്തിട്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഞങ്ങളിത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാണ്. ഉള്ളിൽ നല്ല കുക്ക് ചെയ്ത മീറ്റാട്ടുള്ളത്. ഞങ്ങൾ ഇത് വെച്ചിട്ട് ഒരു ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. തന്നെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. രണ്ട് പച്ചമുളകും 6 വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 സവാള തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം മീറ്റ് കുക്ക് ചെയ്തതിൽ ഉപ്പുണ്ടാവുമല്ലോ. അപ്പം ലാസ്റ്റ് നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നന്നായിട്ട് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ശേഷം കുറച്ച് മീറ്റ് മസാല, ഗരം മസാല അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് കുക്കാക്കുക. ഇനി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഒട്ടകയിറച്ചി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കുക. കുക്കാവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നല്ല ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കുക്കാക്കി എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഞാൻ ആ സമയത്ത് പെരുന്നാളിനിടാനുള്ള ഹെന്ന ഡിസൈന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് എടുക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനേനും. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ അത്യാവശ്യമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി. നമ്മുടെ ബീഫ് പോലെ തന്നെയാണ്, ബട്ട് അത്ര ഒരു ഹാർഡായിട്ടല്ല ഉള്ളത്. നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല നാരുള്ള ബീഫാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇതുപോലെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.